ഏറ്റവും സുഹൃതമായ ദിവസത്തിൽപ്പെട്ട ഒരു ദിവസമാണ് പരിശുദ്ധമായിരിക്കുന്ന ആശുറാ ദിവസം. മോക്ഷമാണ് ആശുറാ എന്ന വിഷയത്തിലാണ് എന്നോട് സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധമായ മുഹറം മാസം അതുല്യമായ ബഹുമതികൾ നിറഞ്ഞതാണ്. അല്ലാഹുവിന്റെ മാസം എന്ന മഹത്തായ പദവി ലഭിച്ച ഏക മാസമാണ് പരിശുദ്ധമായിരിക്കുന്ന മുഹറം. ഹിജറ കലണ്ടറിലെ 12 മാസങ്ങളിൽ അല്ലാഹുവിന്റെ മാസം എന്ന അപരനാമം മുഹറത്തിന് മാത്രമാണ്. മറ്റു മാസങ്ങളൊന്നും അല്ലാഹുവിന്റെ മാസങ്ങളല്ലാത്തത് കൊണ്ടല്ല. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഒരു കാര്യത്തെ അല്ലാഹുവിലേക്ക് ചേർത്ത് പറയുന്നത് അതിന്റെ ബഹുമതിയെ സൂചിപ്പിക്കുവാൻ വേണ്ടിയാ. ഉദാഹരണമായിട്ട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുമ്പോ അല്ലാഹു പറയുന്നത് വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ. അബ്ദ് എന്ന പ്രയോഗമാണ്. എന്റെ ദാസൻ എന്നാണ് അല്ലാഹു പറഞ്ഞത്. എന്റെ പേര് പറയാൻ പറ്റാത്തത് കൊണ്ടാണോ? അല്ല, എന്റെ ദാസൻ എന്ന് റബ്ബിലേക്ക് ചേർത്ത് പറയുമ്പോ ബഹുമതി ഉള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, എന്റെ അടിമയെയും കൊണ്ട് രാപ്രയാണം നടത്തിയെന്ന് പറയുന്നത്. ഇതുപോലെയാണ് അല്ലാഹുവിന്റെ മാസം എന്ന പ്രയോഗവും. ഇത് മുഹറമിന്റെ ഉയർന്ന പദവിയെ അറിയിക്കുകയാണ്. മാത്രവുമല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും അധികം നോമ്പെടുക്കുന്ന മാസം എന്ന പദവിയും ബഹുമതിയും മുഹറം മാസത്തിനു തന്നെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അഫ്ളലുസ് സിയാമി ബഅദ റമളാൻ ശഹ്റുല്ലാഹിൽ മുഹറം വഅഫ്ളലുസ് സ്വലാത്തി ബഅദൽ ഫരീളത്തി സ്വലാത്തുൽ ലൈൽ. അതേ പരിശുദ്ധ റമളാനിന്റെ ശേഷം ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട നോമ്പ് അത് അല്ലാഹുവിന്റെ മാസമായ മുഹറമിലാ. ഏറ്റവും നിസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട നിസ്കാരം അത് രാത്രി നിസ്കാരമാണ്. ചുരുക്കത്തിൽ അല്ലാഹുവിന്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അടുക്കല് വളരെയേറെ ആദരണീയമായ മാസമാണ് മുഹറം എന്ന് വ്യക്തമായി. അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങള് മുഹറം 9ഉം 10ഉമാണ്. ഈ വർഷം കേരളത്തിലെ മാസം ഉറപ്പിച്ചത് പ്രകാരം തന്നെ നാളെയും മറ്റന്നാളെയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമാണ് താസുആവും ആശുറാവും. അതിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമാണ് മുഹറം 10. മുൻകാല പ്രവാചകന്മാരും അവരുടെ അനുയായികളും മുഹറം 10 നോമ്പെടുത്തിരുന്നുവെന്ന ഹദീസുകൾ പഠിപ്പിക്കുന്നു. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, കാന യൗമു ആശുറാ യൗമൻ തസ്വമുഹു ഖുറൈശുൻ ഫിൽ ജാഹിലിയ്യ വകാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമുഹു ഫിൽ ജാഹിലിയ്യ ഫലമ്മാ ഖദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന സ്വമുഹു വഅമറ ബിസിയാമിഹി. ഇവിടെ ഖുറൈശികൾ മുഹറം 10 നോമ്പെടുത്തത് പഴയകാല പ്രവാചകന്മാരായ സയ്യിദനാ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിയുടെയും പാരമ്പര്യമനുസരിച്ചാണ്. മാത്രവുമല്ല, മഹാനായിരിക്കുന്ന മൂസാ നബി അലൈഹിസ്സലാമും ജൂതന്മാരും മുഹറം 10 ബഹുമാനിക്കുകയും അന്ന് നോമ്പെടുക്കുകയും ചെയ്തിരുന്നു. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതാണ് പറയുന്നത്, ഖദിമ റസൂലുള്ളാഹി മദീന സല്ലല്ലാഹു അലൈഹി വസല്ലം ഫവജദൽ യഹൂദ യസൂമൂന യൗമ ആശുറാ എന്ന ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നത് കണ്ടു. അതിനെ കുറിച്ച് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, ഹാദൽ യൗമുല്ലദീ അദ്ഹറല്ലാഹു ഫീ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു രക്ഷപ്പെടുത്തിയ ദിവസമാണത്. ബനൂ ഇസ്രായേലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയ ദിവസമാണ്. ഫിർഔനിന്റെ മേലില് ഫിർഔനെതിരില് അല്ലാഹു മൂസാ നബി അലൈഹിസ്സലാമിനെയും അനുയായികളെയും രക്ഷപ്പെടുത്തി. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ബഹുമാനിക്കാൻ വേണ്ടി ഞങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ പറയുകയാണ്, നഹനു ഔലാ ബി മൂസാ മിൻ
ബിക്കും ഫഅമറ ബിസൗമി. മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് ഏറ്റവും ബന്ധപ്പെട്ടവർ ഞങ്ങളാണ്, അതുകൊണ്ട് നോമ്പ് കൊണ്ട് കൽപ്പിക്കുകയാണ്. നോക്കൂ, ലോകം കണ്ട ഏറ്റവും വലിയ അക്രമിയായ ഭരണാധികാരിയായ ഫറോവയെ അല്ലാഹു മുക്കി നശിപ്പിച്ചത് മുഹറം 10 ഒപ്പം മൂസാ നബി അലൈഹിസ്സലാമിനെയും ഇസ്രായേലിനെയും അല്ലാഹു ചെങ്കടൽ കടത്തി രക്ഷപ്പെടുത്തിയതും ഇതേ ദിവസം തന്നെ. ആ നിലക്ക് ചിന്തിക്കുമ്പോ മുഹറം 10 വിമോചനത്തിന്റെ മഹാദിവസമാ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം 2 തരം വിമോചനങ്ങളാണ് ഉണ്ടാകേണ്ടത്. ഒന്ന് പരലോകത്ത് നരകത്തെ തൊട്ടുള്ള വിമോചനമാ. 2 ഭൗതിക ജീവിതത്തിൽ നാം നേരിടുന്ന പ്രതിസന്ധികളെ തൊട്ടുള്ള വിമോചനമാണ്. അഥവാ രോഗത്തിൽ നിന്ന് മോചനം കിട്ടണം, ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം കിട്ടണം, കടത്തിൽ നിന്ന് മോചനം കിട്ടണം, തൊഴിലില്ലായ്മയിൽ നിന്ന് മോചനം കിട്ടണം, ഭയത്തിൽ നിന്ന് മോചനം കിട്ടണം, പരീക്ഷണയിൽ നിന്ന് മോചനം കിട്ടണം. ഇതെല്ലാം നേടിയെടുക്കാൻ പറ്റുന്ന ദിവസമാണ് മുഹറം 10. അഥവാ ആ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്ന രക്ഷയും വിജയും ദുആ കൊണ്ട് നേടിയെടുക്കാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു എന്നോട് നിങ്ങൾ ദുആ ചെയ്യ്, നിങ്ങൾക്ക് ഞാൻ ഉത്തരം തരാമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീന. ഇതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. മുഹറം 10 പുറമെ 9 കൂടി നോമ്പെടുക്കാൻ നബി തങ്ങൾ കൽപ്പിച്ചു. ഇത് ജൂതരോട് സാദൃശ്യമാകാതിരിക്കാൻ വേണ്ടിയായിരുന്നു. അതായത് മുസ്ലിമീങ്ങള് ഇസ്ലാമിക സംസ്കാരത്തിന്റെ അതിരിനകത്ത് നിന്ന് നിൽക്കണം, അതിരിനകത്ത് നിന്നുകൊണ്ടായിരിക്കണം നടക്കേണ്ടത്. അതിനോട് മറ്റു മത സംസ്കാരങ്ങളെ കൂട്ടിക്കുഴക്കരുത്. സാംസ്കാരിക സമന്വയം ദീനിൽ പറ്റില്ല. അങ്ങനെ വന്നാൽ ഇസ്ലാമും ഇസ്ലാം അല്ലാത്തതും വേർതിരിയാത്ത വിധം കൂടിക്കുഴഞ്ഞു പോകും. അള്ളാഹു പറയുന്നുണ്ടല്ലോ, ലക്കും ദീനുക്കും വലിയ ദീൻ. അതേസമയം മാനവികമായ എല്ലാ കാര്യങ്ങളിലും നാം പരസ്പരം സ്നേഹവും സഹകരണവും പുലർത്തുന്നവരാ. ഈ വ്യത്യാസം വളരെ പ്രധാനമാ. അഥവാ സാംസ്കാരിക സമന്വയമല്ല, മാനവിക സഹവർത്തിത്വമാണ് വേണ്ടത്. മാനവികമായ സഹവർത്തിത്വമാണ് വേണ്ടത്. ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സന്തുലിത സിദ്ധാന്തം. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂലൂ ശുഹദാഅ അലന്നാസ് വയകൂല റസൂലു അലൈക്കും ഷഹീദാ. ഈ കൈമോശം വരാൻ പാടില്ല. കാരണം അതിരുവരമ്പുകൾ ഇല്ലാതെയായാൽ ക്രമേണ മതത്തിന്റെ പുറത്തേക്ക് പോകാൻ കാരണമാകും. കൈവരി ഇല്ലാത്ത പാലത്തിൽ വാഹനം ഓടിക്കുന്നത് പോലെ അത് അപകടമാകും കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധരായ മുഅ്മിനീങ്ങളെ, നാം ജീവിതത്തിൽ ഒരുപാട് പേരോട് സംസാരിക്കാറുണ്ട്. നമ്മോടും ധാരാളം പേര് സംസാരിക്കുന്നുണ്ട്. നമ്മെ പലരും ഉപദേശിക്കാറുണ്ട്. നമ്മളും പലരെയും ഉപദേശിക്കുന്നു. എന്നാൽ നമ്മോട് ഏറ്റവും സംസാരിക്കുന്നതും ഉപദേശിക്കുന്നതും ചരിത്രമാണ്. ചരിത്രം നൽകുന്ന ഉപദേശമാണ് നമുക്ക് പ്രതീക്ഷ നൽകുന്നത്, കരുത്ത് നൽകുന്നത്. ചരിത്ര പഠനങ്ങളാണ് വർത്തമാനകാല ജീവിതത്തിൽ ഏറ്റവും ഉപകാരപ്പെടുന്നത് എന്നല്ല, ഭാവിയെ കരുപിടിക്കാനും കരുപിടിപ്പിക്കാനും ചരിത്ര പഠനം സഹായിക്കുന്നുണ്ട്. ചരിത്രം ഒരു നല്ല ഉപദേശകനായതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിന്റെ 1/3 ചരിത്രമായത്. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുലി മാ നുസബ്ബിതു ബിഹി ഫുആദക വജാഅക ഫീ ഹാദിഹിൽ ഹഖ് വ മൗഇദത്തുൻ വ ദിക്റാ ലിൽ മുഅ്മിനീൻ.
സൂറത്തുൽ ഹൂദിലെ 120-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത് നിങ്ങൾക്ക് ചരിത്രം പറഞ്ഞു തരുന്നു, പ്രവാചകന്മാരുടെ ചരിത്രം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിന്റെ സ്ഥിരപ്പെടാൻ വേണ്ടിയാ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് പാഠം ഉൾക്കൊള്ളാനുണ്ട്, ഉപദേശം ലഭിക്കും, അതുപോലെ സത്യം മനസ്സിലാക്കാൻ കഴിയും. മുഅ്മിനീങ്ങൾക്കതുകൊണ്ട് മനസ്സിനൊരു കരുത്ത പ്രതീക്ഷയാണെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഖുർആൻ പ്രധാനമായും പറഞ്ഞത് പ്രവാചകന്മാരുടെ ചരിത്രമാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പറഞ്ഞത് കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രമാണ്. 136 തവണയാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ പേര് ഖുർആനിൽ പറഞ്ഞത്. അതിന്റെ കാരണം ഏറ്റവും അങ്ങേയറ്റത്തെ സത്യനിഷേധി ഫിർഔന, മൂസാ നബി അലൈഹിസ്സലാം സത്യനിഷേധിയോട് ഏറ്റവും കൂടുതൽ ത്യാഗങ്ങൾ അനുഷ്ഠിച്ച പ്രവാചകനോ. അതുകൊണ്ട് തന്നെ സത്യാസത്യ പോരാട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഗുണപാഠം കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ നിന്നും ലഭിക്കുന്നതാണ്. വലം യകുൻ ഐനൻ ലിറുസുലി മിന തക്ലീമി വാലി മൂസ ഫസാറത് ഖിസ്സത മൂസ അലൈഹിസ്സലാം ഫിർഔന അഅലമുൽ ഖസസി വഅഅലമുഹാ ഇഅ്തിബാറൻ ലിഅഹ്ലിൽ ഈമാനി വഅഹ്ലിൽ കുഫ്ർ എന്ന് രേഖപ്പെടുത്തിയതായി കാണാം. മാത്രവുമല്ല, നമ്മുടെ ശരീഅത്തും മൂസാ നബി അലൈഹിസ്സലാമിന്റെ ശരീഅത്തും തമ്മിൽ നല്ല ബന്ധവും ചേർച്ചയുമുണ്ട്. അതുപോലെ കരീമുല്ലാഹി മൂസാ അലൈഹിസ്സലാമിന്റെ ഗ്രന്ഥമായ തൗറാത്തും ഖുർആനും തമ്മിൽ സൗമ്യമുണ്ട്. രണ്ട് ഗ്രന്ഥങ്ങളെ പറ്റി ഖുർആൻ പറഞ്ഞത് ശ്രദ്ധേയമാണ്. ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ പറയുന്നുണ്ട്, ولهذا يذكر الله سبحانه وتعالى قصة മൂസാ അലൈഹിസ്സലാമിന്റെ ചരിത്രം പറഞ്ഞു. അല്ലാഹു ഓർമ്മപ്പെടുത്തിയത് വയഹ്ദീഹാ വയുസ്ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൂടുതൽ അതിലേക്ക് കടന്ന് സംസാരിക്കുകയല്ല. ഏതായിരുന്നാലും മൂസാ നബി അലൈഹിസ്സലാമുമായി നമുക്കുള്ള ബന്ധത്തെ പറ്റി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈബറിലെ യഹൂദർ മുഹറം 10 നോമ്പനുഷ്ഠിക്കുന്നത് കണ്ടപ്പോൾ ചോദിച്ചില്ലേ, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് മുന്നിട്ട് വന്നപ്പോ യഹൂദികൾ നോമ്പനുഷ്ഠിച്ചു. ആശുറാന്റെ ദിവസത്തില് അവരോട് നിങ്ങൾ ചോദിച്ചു, എന്താണ് ഈ ദിവസം നിങ്ങൾ നോമ്പനുഷ്ഠിക്കാനുള്ള കാരണം? ഇത് മഹത്തായ ദിവസമാണ്. അൻജല്ലാഹു ബിഹാ മൂസാ വഖൗമ. നേരത്തെ ഞാൻ ഹദീസ് പറഞ്ഞില്ലേ, വേറെ ഹദീസാണിത്. അല്ലാഹു മൂസാ നബിയെയും തന്റെ സമുദായത്തെയും രക്ഷപ്പെടുത്തിയ ദിവസമാണിത്. ഫിർഔനിനെയും അവന്റെ അനുയായികളെയും അല്ലാഹു മുക്കി നശിപ്പിച്ച ദിവസമാണ്. നന്ദിക്ക് വേണ്ടി മൂസാ നബി അലൈഹിസ്സലാമിന് നന്ദി സൂചകമായി നോമ്പനുഷ്ഠിച്ചതാണ്. മൂസാ നബി അലൈഹിസ്സലാം നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട് നന്ദി സൂചകമായിട്ട്. അതുകൊണ്ട് ഞങ്ങളും നോമ്പനുഷ്ഠിക്കുന്നു. അപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, നിങ്ങളെക്കാൾ മൂസാ നബിയോട് ഏറ്റവും ബന്ധപ്പെട്ടവരും ഏറ്റവും അടുപ്പമുള്ളവരും ഞങ്ങളാണ്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് നോമ്പനുഷ്ഠിച്ചത്. അതുപോലെ നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. സംഭവബഹുലമായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസമാണ് മുഹറം 10. ചരിത്രത്തിലെ ഏത് മർജിതർക്കും ആശ്വാസവും പ്രതീക്ഷയും ഒരുപാട് ഗുണപാഠങ്ങളും നൽകുന്ന ദിനമാണത്. അതിലേറ്റവും പ്രധാനം ഏത് അക്രമിയെയും ഒരു ദിവസം അല്ലാഹു പിടികൂടും എന്നതാണത്. ലോക ചരിത്രത്തിൽ ബനൂ ഇസ്രായേലിനെ ഫിർഔൻ ഉപദ്രവിച്ച അത്രയും ഉപദ്രവം മറ്റൊരു ജനതയും നേരിടേണ്ടി വന്നിട്ടില്ല. തന്റെ അധികാരത്തിന് ഭീഷണിയാകുമെന്ന് ഭയന്ന് പിറന്നു വീഴുന്ന കുട്ടികളെ അരുംകൊല ചെയ്തു. കൂലിയും ആഹാരവും കൊടുക്കാതെ പട്ടിണിക്കിട്ട് ചമ്മട്ടി കാണിച്ച് തളർന്നു വീഴുന്നത് വരെ ജോലി ചെയ്യിപ്പിച്ചു. അകാരണമായി അരുംകൊല ചെയ്ത് പീഡിപ്പിച്ച രാജ്യത്തിലെ 2,000 പൗരന്മാരാക്കി മാറ്റുകയാണ്. കോടിയ മർദ്ദനത്തിന്റെയും പീഡനങ്ങളുടെയും ഇരകളാക്കി അവരെ മാറ്റുകയാ. ഏത് മർദ്ദിതനും മോചനത്തിന്റെ ഒരു പ്രഭാതം വരാനുണ്ടെന്നും മുഹറം 10 നമ്മെ പഠിപ്പിക്കുന്നു. സത്യനിഷേധികളെ അല്ലാഹു പിടികൂടുമെന്നും കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാമിന്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്.
മൂസാ നബി അലൈഹിസ്സലാമിനെയും കൂട്ടരെയും ഉന്മൂലനം ചെയ്യാൻ എല്ലാ തന്ത്രങ്ങളും ഫിർഔൻ പയറ്റി നോക്കി. പക്ഷേ കുട്ടികളെ അരുംകൊല ചെയ്ത് ബനു ഇസ്രായേലിലെ തലമുറകളെ ഇല്ലാതെയാക്കാൻ നോക്കി. ഇല്ലാതെയാക്കാൻ നമുക്ക് പണിയെടുപ്പിക്കാൻ ആളെ കിട്ടില്ല എന്ന് അനുയായികൾ പറഞ്ഞപ്പോ ഒരു വർഷം ജനിക്കുന്ന കുട്ടികളെ കൊല്ലാനും അടുത്ത വർഷം ജനിക്കുന്ന കുട്ടികളെ വെറുതെ വിടാനും തീരുമാനിക്കുന്നു. ഹാറൂൻ നബി അലൈഹിസ്സലാമിനെ കൊല്ലാൻ ഇല്ലാത്ത വർഷമാണ് ജനിച്ചതെങ്കിൽ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം പ്രസവിക്കപ്പെട്ടത് കുട്ടികളെ കൊല്ലുന്ന വർഷം തന്നെയാ. പക്ഷേ ആരും അറിയാതെ പ്രസവിക്കുകയും അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഒരു പെട്ടിയിലാക്കി കടലിൽ നൈൽ നദിയിൽ ഒഴുക്കുകയും അവസാനം വീട്ടിൽ തന്നെ വളരാൻ അവസരം ഒരുങ്ങുകയും ചെയ്തു. അഥവാ ഫിർഔൻ തന്ത്രങ്ങൾ പയറ്റുമ്പോൾ അല്ലാഹു അതിനേക്കാൾ മികച്ച തന്ത്രങ്ങൾ പയറ്റി അവസാനം ആ കോടിയ മർദ്ദകനെ അല്ലാഹു പിടികൂടുകയാണ്. فلما صفونا انتقمنا منهم فأغرقناهم أجمعين فجعلناهم سلفا ومثلا للآخرين. മൂസാ നബി അലൈഹിസ്സലാമിനോടും 6 ലക്ഷം വരുന്ന അനുയായികളോടും രാത്രിയിൽ ആരും കാണാതെ ഈജിപ്തിൽ നിന്നും ഫലസ്തീനിലേക്ക് യാത്രാവാൻ അല്ലാഹു കൽപ്പിക്കുകയാണ്. ഫിർഔൻ അതറിഞ്ഞപ്പോൾ 16 ലക്ഷം വരുന്ന തന്റെ സൈന്യത്തെയും ചേർത്ത് കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അതുപോലെ തന്നെ അനുയായികളെയും പിന്തുടർന്നു. 2-ാം ദിവസം പ്രഭാതവേളയിൽ അവർ 2 കൂട്ടരും കണ്ടു. കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാമിന്റെയും അനുയായികളുടെയും ഇടയിൽ ചെങ്കടലിൽ പിന്നിൽ ഫിർഔന്റെ സംഘം അവർ അട്ടഹസിച്ചു കരയാൻ തുടങ്ങുകയാണ്. فلما ترى الجمعان قال أصحاب موسى إنا لمدركون قال كلا إن معي ربي سيهدين. എന്റെ കൂടെ റബ്ബുണ്ട്, എന്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരും. فأوحينا إلى موسى അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാമിന് വഹി അറിയിക്കുകയാണ്. അനിൽ ബിഅസാകൽ ബഹർ സമുദ്രത്തിലേക്ക് അടിക്ക്. ഫംഫലക വകാന കുല്ലു ഫിർഖിൻ കതൗദിൽ അലീം ഒരു പാലം പോലെയായി മാറുകയാണ്. അതിലൂടെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും സംഘവും അവിടെ നിന്ന് ആ പാലം കടന്നുപോയി. വഅൻജൈനാ മൂസാ വമഅഹു അജ്മഈൻ സുമ്മ അഗ്റഖനൽ ആഖരീൻ ഇന്ന ഫീ ദാലിക ലആയതൻ വമാ കാന അക്സറുഹും മുഅ്മിനീൻ. മൂസാ നബി അലൈഹിസ്സലാമിനെയും അനുയായികളെയും അല്ലാഹു രക്ഷപ്പെടുത്തുകയാണ്. ബാക്കിയുള്ളവരെ മുഴുവനും അല്ലാഹു മുഖ്യ നശിപ്പിക്കുകയാണ്. പക്ഷേ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം മൂസാ നബി അലൈഹിസ്സലാം തന്റെ വടി കടലിലടിച്ച് കടൽ 2 പിളർപ്പായി ആ പാതയിലൂടെ മൂസാ നബി അലൈഹിസ്സലാം അനുയായികളും രക്ഷപ്പെട്ടപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനും സംഘവും കടൽ വഴിയിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ വീണ്ടും ഒന്നും കൂടി അടിക്കാൻ തീരുമാനിച്ചു. അല്ലാഹു പറഞ്ഞു, കടൽ കരയായതുകൊണ്ട് ഫിർഔനും വരുന്നു. പക്ഷേ അല്ലാഹ് തന്റെ സൈന്യത്തിന്റെ മുന്നിൽ തന്റെ ധീരത പ്രകടിപ്പിക്കാൻ അവൻ പറഞ്ഞു. തന്റെ സൈന്യത്തെ കടലിലേക്ക് ഇറങ്ങാൻ പ്രേരിപ്പിക്കുകയാണ് തനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി. പക്ഷേ അല്ലാഹു ഒരു മലക്കിനയച്ച് കുതിരയെ കടലിലേക്ക് നയിക്കുന്നു. അങ്ങനെ അവനും അവന്റെ സൈന്യവും കടലിൽ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞപ്പോൾ അല്ലാഹു വീണ്ടും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കടലിൽ ഒന്നുകൂടി അടിക്കാൻ പറയുകയാണ്. അതോടെ കടലിൽ വെള്ളം വന്നു മൂടുകയാ. മൂസാ നബി അലൈഹിസ്സലാം സംഘവും രക്ഷപ്പെട്ടു. ഫിർഔനും സംഘവും കടലിൽ മുങ്ങി നശിച്ചു. فأوحينا إلى موسى أن اضرب بعصاك البحر فانفلق فكان كل فرق كالطود العظيم. സത്യനിഷേധികളുടെ ഏറ്റവും ഭയാനകമായ നാശം അന്നാണ് ഉണ്ടായത്. ആ ദിനം സത്യവിശ്വാസികൾക്ക് എന്നും ഓർക്കേണ്ടതാണ്. ആ ചരിത്രം ദിനം മുഹറം 10 ആ ചരിത്രം മാത്രമല്ല, ലോകത്തിന്റെ ഗതിവിഗതികളെ മാറ്റിമറിച്ച ധാരാളം സംഭവങ്ങൾ ആ ദിവസത്തിൽ നടന്നിട്ടുണ്ട്. ആ ചരിത്രത്തെ ആകമാനം ഒന്നായി നമ്മുടെ മുമ്പിൽ അവതരിക്കപ്പെടുന്ന, നമുക്ക് പ്രതീക്ഷ നൽകുന്ന നിഷേധികൾ ഭയപ്പെടുന്ന ദിനമാണത്. فهل ينظرون إلا سنة الأولين ولن تجد لسنة الله تبديلا ولن تجد لسنة الله
തഹ്വീല. അതിനാൽ മുഹറം 9-നും 10-നും നോമ്പനുഷ്ഠിക്കാൻ നാം ശ്രദ്ധിക്കുക. കുടുംബ വിശാലത ചെയ്യുക, കുടുംബത്തിൽ വിശാലത ചെയ്യുക, തൗബ അധികരിപ്പിക്കുക. കൂടാതെ ഏത് ധിക്കാരിക്കും അക്രമിക്കും അന്ത്യമുണ്ട്. അവർ തന്ത്രങ്ങൾ പയറ്റുമ്പോൾ അള്ളാഹു അതിനേക്കാൾ വലിയ തന്ത്രം പയറ്റുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് പ്രതീക്ഷയോടെ ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. صلوا على النبي المصطفى محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.